ഡോക്ടർ ബെന്നറ്റ് എന്ന സിനിമയുടെ സംവിധായകൻ മിസ്റ്റർ ടി.എസ്. സാബുവാണ് നമ്മളോടുള്ളത്. സ്വാഗതം. അപ്പോൾ ഡോക്ടർ ബെന്നറ്റ് തിയേറ്ററിലേക്ക് എത്താൻ പോവാണ്. ശരിക്കും നമ്മൾ പോസ്റ്ററൊക്കെ കാണുമ്പോൾ ഒരു ത്രില്ലർ മൂഡാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്താണ് ശരിക്കും ഡോക്ടർ ബെന്നറ്റ് ഡോക്ടറിന്റെ കഥയാണോ? അത് ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു MBBS ഡോക്ടർ അല്ലത്. അല്ല, ഡോക്ടറേറ്റ് കിട്ടിയ അല്ലെങ്കിൽ ഡോക്ടറേറ്റ് പഠിച്ചു എന്ന് പറയുന്ന ഡോക്ടേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടല്ലേ, അതേപോലെ ഡോക്ടറാണ് പുള്ളി. എന്നാൽ ഒരു പിന്നെ മെൻ്റലിസം ഒക്കെ അറിയാം, മൈൻഡ് റീഡിങ് ഇതോട്ടൊക്കെ ബേസ് ചെയ്ത് പുള്ളി അങ്ങനെയുള്ള റിസർച്ചൊക്കെ നടത്തി. അങ്ങനെയാണ് ഇത് ഡോക്ടർ ബെന്നറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇതിൽ ടൈറ്റിൽ ക്യാരക്ടർ പുതുമുഖമാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കോട്ടയം നസീറുണ്ട്, ഷാജു ശ്രീധറുണ്ട്, ജയകൃഷ്ണനുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ അനിയൻ തന്നെയാണ് ഒരു വേഷം അതിനകത്ത്, ജിനീഷ് എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. ജിനീഷ് ആരുടെ? ഈ നായകൻ്റെ നായകൻ്റെ പേര് ജിൻസ്. നായകൻ്റെ ആദ്യത്തെ സിനിമയാണ്, അയാളുടെ ആദ്യത്തെ സിനിമയാണ്. അയാൾ സ്കൂൾ ഓഫ് ഡ്രാമയിലെ നേഴ്സാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഡയാലിസിസ് യൂണിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിലും സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചിട്ടുണ്ട്. കലാഗ്രാമം അതേപോലുള്ള ഒരു സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചിട്ടാണ് ഇതിലേക്ക് വന്നത്. നാടകങ്ങളുമായിട്ടാണ് കൂടുതൽ ഒരു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് വർഷം ഞാൻ അവിടെ ഈ കാസർഗോഡ് തെയ്യം ബേസ് ചെയ്തൊരു സിനിമ ചെയ്യാൻ വേണ്ടി പോയതാണ്. അത് ഇപ്പോഴല്ല, 2 വർഷത്തിന് മേളിലായി. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ ഈ ഇതിൻ്റെ റൈറ്റർ ഒരു മെൻ്റലിസ്റ്റാണ് ഷമീർ എന്ന് പറയുന്നത്. പുള്ളി ഇവിടെ ഉണ്ട്. പുള്ളിക്ക് ഡോക്ടറേറ്റ് ഇത് റെക്കോർഡ്സ് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളതാണ്, മറ്റേ വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അയാൾ ഞങ്ങളുടെ പൂജയ്ക്ക് അവിടെ വന്നിട്ട് നമ്മുടെ നായികയെ വെച്ചിട്ട് മെൻ്റലിസവും ബാക്കി പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹം എൻ്റെ ഒരു ഫ്രണ്ട് വഴി, ഞാനിങ്ങനെ കൊച്ചിയിൽ പല സിനിമ പരിപാടികളായിട്ട് നടക്കുന്ന വഴി എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഈ ഷമീറിനെ പരിചയപ്പെടുന്നത്. അങ്ങനെ ആ സ്ക്രിപ്റ്റുമായിട്ട് 3-4 വർഷം അതിൻ്റെ പുറകെ നടന്നു. പക്ഷേ അന്നും ഇദ്ദേഹം പറഞ്ഞ ത്രെഡ് നമ്മുടെ മനസ്സിലുണ്ട്, അത് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഡൈവേർട്ടായി പല കാര്യങ്ങൾക്കും പോയിട്ടാണ് ഈ കാസർഗോഡ് ഈ പോയെന്ന് പറഞ്ഞ് തെയ്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പോയി ഒരു കാലഘട്ടം. കാരണം അവിടുത്തെ വയനാട് കുലവൻ തെയ്യം അതേപോലുള്ള തെയ്യങ്ങളെക്കുറിച്ച്, കാരണം അതിനെ വെച്ചിട്ട് മലയാളത്തിൽ, ഞാൻ പേരൊന്നും ഇപ്പം പറയുന്നില്ല കാരണം ഇപ്പം നമുക്കത് പറയാൻ പറ്റില്ല, മലയാളത്തിൽ മെയിൻ സ്ട്രീമിലുള്ള ഒരു നായിക അവർക്ക് അറിയാൻ പറ്റും, അവർക്ക് ഇത് കേൾക്കുമ്പോൾ അറിയാം ആരാന്നുള്ളത്. അവരെ വെച്ചിട്ട് ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്ത് എല്ലാം റെഡിയാക്കിയപ്പോഴും അവരോട് കഥയൊക്കെ പറഞ്ഞ് എല്ലാം പ്ലാനിങ് ആണ്. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് എല്ലാം ഡേറ്റ് റെഡിയായി, കഥ റെഡിയായി കഴിഞ്ഞിട്ടാണല്ലോ അവരുടെ ഡേറ്റ് കിട്ടുന്നത്. ഓൾറെഡി ഡേറ്റ് അവരുടെ കിട്ടിക്കഴിഞ്ഞു. കഥയത് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടായിരുന്നു. പുള്ളി അതിൻ്റെ ബാക്കി എഴുതി. പക്ഷേ തിരക്കഥയിൽ കുറച്ച് പ്രോബ്ലം വന്നപ്പോഴത്തേക്ക് ഇത് മാറ്റി വെച്ചിട്ട്, എന്നാൽ ഇനി തെയ്യത്തിനെ കുറിച്ച് പഠിക്കുന്നിട്ട് നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് മറ്റൊരു തലത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ഫേസ് ഞാൻ അവിടെ വെച്ച് പരിചയപ്പെടുന്നത്. അപ്പോൾ അതിങ്ങനെ മനസ്സിലിട്ട് പലരെയും, അപ്പം മലയാളത്തിൽ അറിയപ്പെടുന്ന എൻ്റെ സൗഹൃദങ്ങളിലുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ഒരു ഈ പയ്യൻ്റെ അടുത്ത് സംസാരിച്ച് അങ്ങനെയാണ് ജെൻസിലേക്കൊക്കെ എത്തിയിട്ട് സംസാരിച്ചപ്പോൾ എന്നാൽ പിന്നെ നമുക്കത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇതിൻ്റെ കഥയുമായിട്ട് തിരക്കഥയെ സംഭാഷണം ചെയ്തിരിക്കുന്നത് നമ്മുടെ മധു കലാപ്. പുള്ളിയാണ് ചെയ്തത്. ഒരുപാട് കോമഡി പുള്ളി സിനിമയിലെയും ഷോസും പല അനുകരണങ്ങളും, മറ്റേ സ്റ്റാർ മാജിക്കിൻ്റെ റൈറ്റർ അങ്ങനെയൊക്കെ ആയിട്ട് സിനിമാല, വേറെ 2-3 ബഡായി ബംഗ്ലാവ് ഇതിൻ്റെയൊക്കെ റൈറ്ററാണ്. പുള്ളി ഞാനും കൂടി ഇരുന്നിട്ട് അതിനൊരു കുറച്ചുകൂടി രൂപരേഖ ഉണ്ടാക്കി കുറച്ച് സെറ്റാക്കിയതിനു ശേഷം കാസർഗോഡ് ഒരു ഷെഡ്യൂൾ ചെയ്തു. ബാക്കിയുള്ളത് ഈ എറണാകുളം നമ്മുടെ ഭാഗത്ത് തന്നെ എല്ലാം ഉണ്ട്. ഇപ്പോൾ ശരിക്കും ഈ മീഡിയ ഫീൽഡിൽ കുറേ വർഷങ്ങളായി സിനിമ ചെയ്യാൻ വൈകിയത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ചാനൽ മേഖലയിലായിരുന്നു. ചാനൽ മേഖലയിലെ പ്രോഗ്രാംസ്, സീരിയൽസ്, അത് കണക്കിന് ചാനൽ പ്രോഗ്രാംസുകളായിരുന്നു കൂടുതലും വന്നത്. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ അന്ന് ഈ ആദ്യത്തെ സിനിമ ചെയ്തിട്ട് എൻ്റെ സ്വദേശം എന്ന് പറഞ്ഞാൽ ഞാൻ കൊല്ലത്ത് ഒരു ഗ്രാമമാണ് പട്ടത്താനം എന്ന് പറയുന്നത്. ആ ഗ്രാമത്തിലുള്ള കലാകാരന്മാരാണ് നമ്മുടെ മുകേഷ് ഏട്ടൻ, തൊട്ടപ്പുറത്ത് സായികുമാർ ഏട്ടൻ, തൊട്ടപ്പുറത്ത് ബാലചന്ദ്ര മേനോൻ, അവരൊക്കെ അവിടെ നിന്ന് പോയെന്നുള്ളതാണ്. അവരുടെ കുടുംബം അടുത്തെടുത്താണ്. ഒരു റോഡിനപ്പുറത്തായിട്ടാണ് സുരേഷ് അങ്ങനെ ഫാത്തിമ കോളേജിൽ ഞാനവിടെ. അപ്പോൾ ആ ഒരു ബെൽറ്റാണ് അവിടെ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഓൾറെഡി നമ്മൾ അവിടെ ഈ കലയും പരിപാടിയൊക്കെ ഞാൻ ഈ കുട്ടിക്കാലത്ത് ഈ സിനിമ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ബാലതാരമായിട്ട് ചെയ്തത് അറിയില്ല. ബാലതാരമായിട്ട് സ്വാമി ശ്രീധരനൂർ ഇപ്പോഴും അതിൻ്റെ യൂട്യൂബിലൊക്കെ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു കോൺവെൻറ്റ് സ്കൂളിൽ, കൊല്ലത്തൊരു സിസ്റ്റേഴ്സിൻ്റെയൊക്കെ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ആ പോകുന്നതിന് മുമ്പായിട്ട് അവിടുത്തെ തന്നെ ഒരു കോളേജിൻ്റെ പരസ്യത്തിൽ അഭിനയിച്ചതിൻ്റെ ഒരു അന്നത്തെ പരസ്യം എന്ന് പറഞ്ഞാൽ വിഷ്വലല്ല ഞാൻ പറഞ്ഞത്, സ്റ്റിൽസാണ്. അപ്പോൾ അതിങ്ങനെ നമ്മുടെ ഈ വക്കീലായിട്ട് അങ്ങനെയൊക്കെയുള്ള സ്റ്റിൽസ് വെച്ചിട്ട് ഇങ്ങനെ മുതൽ വാൾ പോസ്റ്റ് പോലെ നമ്മുടെ ഒരു ഷീറ്റ് ഒട്ടിച്ചിട്ട് താഴെ കൊയിലോൺ കോളേജ്, അതാണ് അന്നത്തെ ഇത്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഇവരിങ്ങനെ ഡയറക്ടേഴ്സ് അതുവഴി വന്ന സമയത്ത് ഇത് ആരാണെന്ന് അറിഞ്ഞിട്ട് അവർക്ക്, ഞാനിത് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരിങ്ങനെ വേറെ വേഷങ്ങൾ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് ആ സമയത്ത്. അങ്ങനെ പോയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു
ഞാനൊരു ക്രിസ്ത്യൻ സമുദായത്തിലുള്ളതുകൊണ്ട് ഇതൊന്നും പറയുമല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം അവർക്കപ്പം ഒരാളെ കൊണ്ടുവരുമ്പോൾ ശിവഗിരി മഠത്തിൽ ഞാൻ പോയി ഏകദേശം ഈ കുറേ കാലം മരണപ്പെട്ടു പോയ ശാശ്വതാനന്ദ സ്വാമിയുടെ ശിക്ഷണത്തിൽ ഈ സിനിമയെക്കുറിച്ചുമൊക്കെ ഞാൻ മറ്റ് ബെന്നറ്റിലോട്ട് മാറിപ്പോകുന്നല്ല പറഞ്ഞു, ഞാനിതൊന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് പോവുക. ശിക്ഷണത്തിൽ കുറച്ച് നാൾ പഠിച്ചിട്ടാണ് അവിടെ നിന്നാണ് ചെമ്പഴന്തിയുടെ ഉള്ളിൽ ശ്രീനാരായണ ഗുരു ഇരിക്കുന്ന അവിടെ ഈറനൊക്കെ ഈ കുളിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് വന്നിട്ട് ആ ഒരു കാലഘട്ടത്തിൽ വന്നിരുന്നിട്ടാണ് സിനിമ ഷൂട്ടിങ് ആദ്യം തുടങ്ങുന്നത്. 6 വയസ്സോ 7 വയസ്സോ അത്രേ ഉള്ളൂ. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അത്രേ വരുന്നുള്ളൂ വയസ്സ്. 6 വയസ്സ് 7 വയസ്സിനകത്തേ വരുന്നുള്ളൂ. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് അതിലേക്ക് പഠിച്ചു. അങ്ങനെ ഈ എന്താ പറഞ്ഞത്, മറ്റേ വ്രതം എടുത്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിലേക്ക് പുള്ളി ആ ഒരു ഗുരുദേവൻ എന്ന് പറയുന്നത് ആത്മീയമായിരുന്നു. അതിനുശേഷം ആ സിനിമ ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന സമയത്ത് അന്നത്തെ കൊല്ലം എസ്.എൻ. കോളേജിൽ അന്നത്തെ ഈ ചതയ ദിനാഘോഷമായിട്ട് ബന്ധപ്പെട്ട് ആദരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് മുകേഷിൻ്റെ ഫാദർ വിളിക്കുന്നത്, അവന് നീങ്ങി വരാൻ പറയുന്നത്. അപ്പോൾ വിളിച്ചിട്ട് അപ്പം അമ്മയൊക്കെ അടുത്തുണ്ട് എന്ന് പറയും, അവനെ നീ വിടണം, പക്ഷേ അവന് പഠിപ്പിക്കണം കേട്ടോ. മാധവൻ സാറ് അവനെ പഠിപ്പിക്കണം കേട്ടോ, ഇത് മാത്രം പറ്റത്തില്ല, അവനെ ഒന്ന് പഠിപ്പിച്ച് ഇതാക്കിയിട്ട് വിടണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിളിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് 86 മുകേഷിൻ്റെ ബലൂൺ റിലീസാവുന്നത്. അന്ന് ശോഭ ചേച്ചി കണ്ടായിരുന്നു ആയിട്ടുള്ളത് ആ ഒരു കാലഘട്ടം. പിന്നെ അതിനുശേഷം പിന്നെ എന്തോ പിന്നെ അങ്ങോട്ട് അടുത്ത സിനിമ വന്നെന്നുണ്ടെങ്കിലും പഠനവും കാര്യങ്ങളും ഒരു ഗ്യാപ്പിലോട്ട് അങ്ങനെ അങ്ങ് പോയി. പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളത് മനസ്സിൽ കിടക്കുമല്ലേ. അങ്ങനെ അതിനുശേഷം വീണ്ടും അതിലേക്ക് തന്നെ നീങ്ങി അസിസ്റ്റൻ്റായിട്ടും അങ്ങനെയൊക്കെ പോയിട്ടാണ് ബെന്നറ്റിലേക്ക് എത്തുന്നത്. അന്ന് ഈ ചാനലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചാനലോട്ട് ബന്ധപ്പെട്ട് അത് ഒരുപാട് ഈ നടന്മാരെയൊക്കെ ആയിട്ടുള്ളൊരു പറ്റിയിട്ടുണ്ട്. പോത്തൻ ബാവ സിനിമയുടെ ഒക്കെ അന്ന് സെറമണി നമ്മളന്ന് ചെയ്ത ആസ്കോ ഗ്രൂപ്പ് അത് ഒരു സെറമണി ചെയ്തതാ, കൈരളിക്ക് വേണ്ടിയല്ല, അല്ലാതെ ഒരു സെറമണി ചെയ്തതാ. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇവിടെ റിലീസ് ചെയ്യുന്ന സമയത്ത് അവിടെ സെറമണി, മമ്മൂക്ക അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് വരുന്നു, വണ്ടിയിൽ കയറുന്നു. ആദ്യമായിട്ടാണ് മമ്മൂക്കിനെയൊക്കെ കാണുന്നത്, കാണുന്നൊരു കാലഘട്ടം ആദ്യമായിട്ടാണ്. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്ക് അതിൻ്റെ CD, ഞാൻ എൻ്റെ എഡിറ്ററും ഒക്കെ ആയിട്ട് ഞങ്ങൾ അതിൻ്റെ അന്ന് CD ആണ് കൊണ്ട് കൊടുക്കുന്നത്. അന്ന് ആ കാലഘട്ടം കൊണ്ട് കൊടുത്ത് പുള്ളി ആദ്യം വഴക്ക് പറയുകയൊക്കെ ചെയ്തു. അന്ന് ഇതല്ലത് മാറ്റി ചെയ്തുകൊണ്ട് പാടാന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞു. നമ്മൾ പേടിച്ചിരിക്കുക ഇങ്ങനെ ഈ സമയത്തൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്ന കൊടുത്ത് പുള്ളിയെ മനസ്സിലൊന്നും അറിയാമല്ലോ. അത് കഴിഞ്ഞപ്പോൾ അതെല്ലാം ഓക്കെ. അങ്ങനെ ഒരു കാലഘട്ടം അന്നുണ്ടായിരുന്നു മീഡിയ സിറ്റിയിലൊക്കെ ആയിട്ട്. പിന്നെ അമാനുള്ള സാറായിരുന്നു മറ്റേ പ്രവാസലോകത്തിൻ്റെ കോർഡിനേറ്റർ. പുള്ളിയുടെ കൂടെയാണ് നേരം എന്ന് പറഞ്ഞ പ്രോഗ്രാം, അത് കഴിഞ്ഞ് അറേബ്യൻ ലിറ്റിൽ സ്റ്റാർസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം, അങ്ങനെയുള്ള കുറേ പ്രോഗ്രാമൊക്കെ ചെയ്ത് അങ്ങനെ അവിടെ പോയി കുറേ നാൾ അങ്ങനെ പോയിട്ടാണ്. പിന്നെയും അവിടെ വെച്ചും സിനിമയുണ്ടായിരുന്നു, അവിടെ ഷോർട്ട് ഫിലിമുകൾ ചെയ്യുന്നുണ്ട്. ദുബായ് എന്ന് പറയുന്നത്, ദുബൈയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഷാർജയിലാണ് താമസിക്കുന്നത്, ദുബൈയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സ്ഥലമായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തും കലാപരമായിട്ട് എന്ത് കാര്യങ്ങളോടെ ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാതെ കൈരളി TV ക്രിസ്മസിൻ്റെ പ്രോഗ്രാംസുകൾ, അതേ കണക്ക് തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് വരുന്ന സമയത്ത് ഏഷ്യാനെറ്റ് ന്യൂസിൽ അന്ന് എനിക്കൊന്ന് ജോയി അലുക്കാസിൻ്റെ ജോയിച്ചേട്ടൻ്റെ വൈഫായിരുന്നു മറ്റേ ജോലിച്ച്, അവരൊക്കെ ആയിരുന്നു സ്പോൺസർ ചെയ്തുകൊണ്ടുള്ളൊരു പ്രോഗ്രാമൊക്കെ ഞാനാണ് ചെയ്തത് ആ സമയത്ത്. അങ്ങനെ കുറേ കാലം അവിടെ പോയി. പിന്നെയും സിനിമയിലേക്ക് തിരിച്ചു ഞാൻ ആ ലൊക്കേഷൻ മാനേജറായിട്ട് ചില ഇതിനകത്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ പോയിട്ട്. കാരണം അത് നമ്മുടെ ഒരു ആഗ്രഹമല്ലേ, എങ്ങനെയും എത്തിപ്പെടുക അങ്ങനെയൊക്കെയാണെന്നുള്ളത്. കുറച്ച് ഹെവി ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ്. ഇത് തന്നെ ഒരു തെരഞ്ഞെടുത്തിട്ട് ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് മാറ്റി പിടിക്കാൻ തോന്നിയിട്ടല്ല. ഞാൻ ഒരു ത്രില്ലർ സിനിമ എന്നുള്ളത് എൻ്റെ മനസ്സിലെ ഒരു ആഗ്രഹം. കാരണം എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള പല സിനിമകളും നമ്മൾ കാണുമ്പോഴും ആഗ്രഹിക്കും നമുക്കിത്, ഇവരൊക്കെ ഇത് എങ്ങനെയാണ്, വലിയ സംവിധായകർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ തിയേറ്ററിൽ നിന്നാലും ഇവരൊക്കെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, നമുക്കിത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു മനസ്സിലൊക്കെ അങ്കലാപ്പുണ്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ സ്ക്രിപ്റ്റ് കൊണ്ടുവന്നത്. പിന്നെ നമ്മുടെ ഒരു ടീമായിരുന്നു മൊത്തത്തിൽ വർക്ക് ചെയ്തതേ. ഞാൻ മാത്രമെന്നുള്ളതല്ല, ഇപ്പോൾ ഇതിൻ്റെ പുള്ളി മെൻ്റലിസ്റ്റ് ഷമീറ, പുള്ളിയുടെ ഒരു സ്റ്റോറി തന്നാലല്ലോ, നല്ലൊരു സ്റ്റോറി ത്രെഡ് തന്നു. ആ ത്രെഡ് വെച്ചിട്ട് ഇതിനെ ഡെവലപ്പ് ചെയ്ത് അവരെല്ലാം കൂടെ കൂട്ടമായിട്ടിരുന്ന് തന്നെ നമ്മുടെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു വിജയത്തിലെത്താൻ പറ്റും. ഇവരൊക്കെ സീനിയേഴ്സ് ആണ്. ഇപ്പോൾ കോട്ടയം നസീർ, ഷാജു ശ്രീധർ, സീനിയേഴ്സ് അറിയുന്നുണ്ടാവും. അവരുടെ ഒക്കെ ഇൻപുട്ട് എങ്ങനെയായിരുന്നു? കാരണം ഇവരൊക്കെ അത്യാവശ്യം കോട്ടയം നസീർ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ഒരു ഉള്ളിലൊരു സംവിധായകൻ എഴുത്തുകാരനും നല്ലൊരു ആർട്ടിസ്റ്റും ഒക്കെ. നസീറൊക്കെയൊക്കെ നല്ല കോപ്പറേറ്റീവ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം നസീറൊക്കെ എടുത്ത് ആദ്യം കഥ പറഞ്ഞു, നസീറൊക്കെ വീട്ടിൽ പോയി കഥയൊക്കെ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ എടാ അതങ്ങനെ പറഞ്ഞപ്പോൾ ക്യൂരിയോസിറ്റി ആയത് ഇങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണ്. കാരണം കഥയുടെ ഫുള്ള് സാധനം ഞാൻ എങ്കിലും പറയാൻ പറ്റില്ല, എങ്കിലും ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പം മരണം സംഭവിക്കുന്നത് അതിങ്ങനെയാണ്, ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നെ സ്ക്രിപ്റ്റിനകത്ത് കുറച്ച് കാര്യങ്ങൾ പിന്നെ ചേഞ്ചസുകൾ വരുത്തുന്നതിന് പുള്ളി ഒരു ഓപ്ഷനൊക്കെ പറഞ്ഞു. ഞങ്ങൾ പിന്നെ അത് തിരുത്തിയിട്ട് വീണ്ടും പോയി സംസാരിച്ചു.
ഷാജി ചേട്ടനൊക്കെ ഫോണിൽ കൂടെ സംസാരിച്ചുള്ളൂ. അതിനെ വിളിച്ചിട്ട് എടാ ഞാൻ പറഞ്ഞു ചേട്ടാ ഇതാ സംഭവം എന്ന് വെച്ചു. എടാ നല്ല സാധനമുണ്ട്, ഞാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞ്. ജയകൃഷ്ണനായാലും ജയകൃഷ്ണനൊക്കെ നമ്മുടെ ഒരു സൗഹൃദ വലയത്തിലുള്ള, പിന്നെ നമ്മുടെ മറിമായത്തിലൊക്കെയുള്ള റിയാസ്, ഡോക്ടർ രജിത് കുമാർ, അയാളൊരു അഡ്വക്കേറ്റ് വേഷമാണ് ചെയ്യുന്നത്. കാരണം ഇത് വേറൊന്നുമല്ല, മെൻ്റലിസം എന്ന് പറയുന്നത്, നമുക്ക് ഈ സിനിമയിൽ കാണിക്കുന്ന മെൻ്റലിസം എന്ന് പറഞ്ഞാൽ നോ ഡ്രഗ്സ്, ലഹരിക്കെതിരെ എന്നാണ് അതിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. പക്ഷേ മെൻ്റലിസവും മൈൻഡ് റീഡിങ്ങും കൂടെ ഒരുമിച്ച് കൊണ്ടുവരിക. മൈൻഡ് റീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറയുവാണ് നാളെ 12 മണിക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഡേറ്റ് ഞാൻ പറയും, ഇന്നിപ്പം എത്ര 6-ാം തീയതി, അടുത്ത മാസം അല്ലെങ്കിൽ ഈ മാസം 20-ാം തീയതി നിങ്ങൾ കൊല്ലപ്പെടും എന്ന് ഞാനിങ്ങനെ മുൻകൂട്ടി പറയുവാണ്. അപ്പോൾ അപ്പം മനസ്സിലെന്തുമായിരിക്കും, ഇവന് ഭ്രാന്താണ്, വെറുതെ ഇരുന്നിട്ട് ഞാൻ കൊല്ലപ്പെടുന്നു. എനിക്ക് കോൺഫിഡൻ്റ് ഉണ്ട്, ഞാൻ കൊല്ലപ്പെടത്തില്ല. കാരണം എന്താ പറഞ്ഞാൽ എനിക്ക് അതിനുള്ള സെറ്റപ്പുണ്ട്, കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഹൈ പ്രൊഫൈൽഡായിട്ടുള്ള ഒരു 4 പേര്, ഹൈ പ്രൊഫൈൽഡ് എന്ന് പറഞ്ഞാൽ ബിസിനസ് രംഗത്തുള്ള വലിയ ആൾ, പൊളിറ്റിക്കൽ രംഗത്തുള്ള വലിയ ആൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബിസിനസ്, ഗോൾഡ് ബിസിനസ്. അപ്പം നമുക്ക് പലരെയും പേരെടുത്ത് പറയാൻ പറ്റില്ല. നമുക്ക് അറിയുന്നതും കാണുന്നതും അറിയുന്നതുള്ള 4 പേര് മരിക്കും, അല്ലെങ്കിൽ ഈ 4 പേരെ ഇന്ന ഡേറ്റിൽ കൊന്നുകളയുമെന്ന് ഞാനൊരു മീഡിയയുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ആർക്ക് പ്രശ്നമാണ്? ഈ പറയുന്ന ആൾക്കാണ് പ്രശ്നം. അതെ, അയാൾക്ക് ഈ അകത്തിടും. ഒന്നാമത് ഈ മീഡിയ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. അതെ അതെ, ആ ചാനലിൻ്റെ ഫ്ലോറിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. അതാണ് സംഭവം. പക്ഷേ ഞാൻ ഒരാൾ മരിക്കുമെന്ന് ഏതൊരു ബിസിനസ്സുകാരനായാലും, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന വ്യക്തിത്വമാണ് നിലയായാലും, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ ക്രൂസ് ആയാലും എല്ലാം, ഞാൻ 22-ാം തീയതി നിങ്ങളെ ഞാൻ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ മരിക്കും, ഞാൻ കൊന്നിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് 22-ാം തീയതി വരെ നോക്കത്തില്ല. അപ്പം നമ്മളെപ്പോഴേ ആരെയും വിളിക്കും, നമ്മുടെ ഫ്രണ്ട്സിനെ വിളിക്കും. ഫ്രണ്ട്സിനെ വിളിച്ചിട്ടാ ഈ പുള്ളി ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ 22-ാം തീയതി മറ്റേതാണ്, മരിക്കും മറ്റേത്, അതൊന്നുമില്ലടാ, അതൊക്കെ ചുമ്മാ അവന് പ്രാന്തം കണ്ട അങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയും. പക്ഷേ നമ്മുടെ അപ്പം മനസ്സിലും അങ്ങനെ കാണത്തില്ല. പക്ഷേ 20-ാം തീയതി ആകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ടെൻഷൻ ഉണ്ടാവും, കാണും, ഇനി അങ്ങനെ എന്നെ തട്ടും. അപ്പം നമുക്ക് എന്തോ അറിയോ, നമ്മൾ ഓടിക്കുന്ന വാഹനം ഒന്നും കാണത്തില്ല. അവൻ ചിലപ്പോൾ ഒരു വേറൊരു കാർ ഇങ്ങനെ സൈഡിൽ കൊണ്ട് കയറി, അപ്പോൾ അവൻ നോക്കുമ്പോൾ ഇങ്ങനെയാണ് നോക്കുന്നത്. നോക്കുമ്പോഴത്തേക്ക് പേടി, പത്രം ഇടാൻ വരുന്ന പത്രക്കാരനെ പേടി, കൊറിയറുമായിട്ട് വരുന്ന പയ്യനെ പേടി, ഇനി അവർ തോക്കെടുത്ത് ഇങ്ങനെ വെടിവെക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അങ്കലാപ്പിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് കൊണ്ടുവന്ന് 22-ാം തീയതി ആകുമ്പോഴത്തേക്ക് അയാൾ മാനസിക സമ്മർദ്ദത്തിൽ ഏർപ്പെട്ട് അയാൾ മരിച്ചു, അയാളുടെ മൈൻഡ് ഔട്ടായില്ലേ. അതല്ലേ ആത്മഹത്യ എന്ന് പറയുന്നത്. ആത്മഹത്യ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളിപ്പം ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ആ ചെയ്യുന്ന 2 മിനിറ്റ് മുമ്പായിട്ട് എടാ എന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ച് അവനതിനകത്ത് പിന്മാറി, അതിൻ്റെ മൈൻഡ് മാറി എന്നുള്ളതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയാം. ആ മൈൻഡ് റീഡിങ്ങാണ് നമ്മുടെ സിനിമ. അപ്പോൾ എന്തായാലും സിനിമ തിയേറ്ററിലേക്ക് എത്താൻ പോവാണ് അല്ലേ? ആദ്യത്തെ സിനിമ കുറേ നാളത്തെ കാലത്ത് ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത്? ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ആയാലും മെൻ്റലിസവും മൈൻഡ് റീഡിങ്ങും, അതായത് ലഹരിക്കെതിരെയുള്ള ഒരു മെസ്സേജാണ് ഈ സിനിമ എന്ന് പറയുന്നത്. രണ്ടാമത്, സമൂഹത്തിൽ നമ്മളെ തകർക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള റിവഞ്ചായിട്ടാണ് ഈ ത്രില്ലർ സിനിമ കൊണ്ടുപോകുന്നത്. എല്ലാവരും അത് കാണണം. ഞങ്ങളുടെ ഈ ഗ്രൂപ്പിനെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ടീം ബെന്നറ്റിൻ്റെ ഞങ്ങളുടെ ഈ ടീമിനെ എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ആസ്വദിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.